നെതന്യാഹുവിൻ്റെ ഗാസ സിറ്റി ഏറ്റെടുക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇറാൻ എത്തി. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ്റെ അടിയന്തര യോഗം വിളിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഗാസയിലെ സ്ഥിതിഗതികളെ വംശഹത്യ എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. സൗദിയും തുർക്കിയും വിഷയത്തിൽ പെട്ടെന്ന് ഇടപെടണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ആവശ്യപ്പെട്ടു. ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ നീക്കം വൻതോതിലുള്ള കുടിയിറക്കത്തിന് കാരണമാകും. പ്രതിസന്ധി വഷളാകാനും സാധ്യതയുള്ളതിനാൽ അടിയന്തര മാനുഷിക സഹായവും രാഷ്ട്രീയ ഇടപെടലും വേണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേലിനെതിരായി നടപടി സ്വീകരിക്കാൻ 57 ഇസ്ലാമിക രാജ്യങ്ങളോട് ഇറാൻ ആവശ്യപ്പെട്ടു. ഗാസ മുനമ്പിലെ വംശഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 57 രാജ്യങ്ങളുടെ അടിയന്തര യോഗം ആവശ്യപ്പെട്ടുകൊണ്ട് ഇറാൻ കത്തയക്കുകയും ചെയ്തു. ഗാസയിലെ പ്രതിസന്ധി സങ്കല്പിക്കുന്നതിന് അപ്പുറമാണെന്നാണ് ഇറാൻ പറയുന്നത്. ഇസ്ലാം രാജ്യങ്ങളിലെ ഏറ്റവും മോശമായ പ്രതിസന്ധികളിലൊന്നാണ് ഗാസയിലേതെന്നും ഇറാൻ പറഞ്ഞു. ഗാസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിൻ്റെ പദ്ധതി നിയമവിരുദ്ധവും രാഷ്ട്രീയവുമായി അപകടകരവുമാണെന്നാണ് ഇറാൻ ആരോപിച്ചത്. ഗാസയിൽ സംഭവിക്കുന്നത് പ്രതിസന്ധിയല്ലെന്നും വംശഹത്യയാണെന്നും ഇറാൻ വിമർശിക്കുന്നു. അതിനിടെ മറ്റൊരു റിപ്പോർട്ട് വരുന്നു. ഗാസ ഏറ്റെടുക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന് IDF പരിഭ്രമിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. IDFൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്നായിരുന്നു സേനയുടെ വിലയിരുത്തൽ. ഇറാൻ്റെ പ്രതികരണത്തിന് പിന്നാലെ ഇസ്രായേലിലെ ഉന്നത മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സുകളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനായി അടിയന്തര നിർദ്ദേശവും IDF നൽകി. ഇറാൻ്റെ ആക്രമണ ഭീഷണി ശക്തമായതോടെ IDF ഡെപ്യൂട്ടി ചീഫ് എല്ലാ പരിപാടികളും റദ്ദാക്കുകയും ചെയ്തു. പലസ്തീനെ ഇല്ലാതാക്കാനുള്ള നീക്കവുമായി IDF മുന്നോട്ടു പോയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതിക്കെതിരെ ഇറാൻ്റെ കർശന മുന്നറിയിപ്പിന് ശേഷം IDF ഓപ്പറേഷൻ ഡോൺ എന്ന പേരിൽ ഒരു അപ്രതീക്ഷിത സൈനിക അഭ്യാസവും ആരംഭിച്ചു. വൻതോതിലുള്ള ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടുന്നതിനാണ് ഓപ്പറേഷൻ ഡോൺ നടത്തിയത്. എല്ലാ പരിപാടികളും റദ്ദാക്കി. മാത്രമല്ല അടിയന്തര പരിശോധനകൾ ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്തായാലും IDF കനത്ത ജാഗ്രതയിലാണ്. UAEയും ഖത്തറും നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ശക്തമായ പ്രതികരണമാണ് നെതന്യാഹുവിൻ്റെ നീക്കത്തിനെതിരെ UAE നടത്തിയത്. UAE പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് UAE ശക്തമായ പ്രതികരണം നടത്തിയത്. വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന നീക്കമെന്നാണ് അബുദാബി വിശേഷിപ്പിച്ചത്. US-ൻ്റെ ഇടപെടലും രാജ്യം ആവശ്യപ്പെട്ടു. അപകടകരമായ സ്ഥിതിവിശേഷമെന്നാണ് ഖത്തർ പറഞ്ഞത്. നെതന്യാഹുവിൻ്റെ പുതിയ നീക്കം ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങളെ തകിടം മറിക്കുമെന്നും ഖത്തർ വ്യക്തമാക്കി. ഗാസയിലെ മനുഷ്യരുടെ ദുരിതം വഷളാക്കുന്ന തീരുമാനമാണിതെന്നും ഖത്തർ കുറ്റപ്പെടുത്തി. നെതന്യാഹുവിൻ്റെ പുതിയ നീക്കം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ വലിയൊരു വർധനവുണ്ടാക്കും. ആക്രമണം മുഴുവൻ ഗാസ മുനമ്പിലേക്കും വ്യാപിച്ചേക്കാം. കൂടാതെ ദശലക്ഷത്തിലധികം സാധാരണക്കാരെ കുടിയിറക്കാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ.